ഹരേ കൃഷ്ണ. അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടു എങ്ങനെ ആദ്യത്തെ പാഠം മഹാഭാരത യുദ്ധത്തിൽ നിന്ന്, ആ സംഹാരത്തിൽ നിന്ന് പഠിച്ചത്, ദുര്യോധനൻ വഴി പഠിച്ചത് ഒരു ജീവാത്മാവിൻ്റെ പിടിവാശി, അഹങ്കാരവും ഭഗവാനും ആചാര്യന്മാരും നൽകിയ നിർദ്ദേശങ്ങൾ അനുസരിക്കാതിരിക്കുന്നത്, ഈ സംഗതികൾ ആ വ്യക്തിയെ വിനാശത്തിലേക്ക് കൊണ്ടുപോകത്തേ ഉള്ളൂ. ഇപ്പോഴത്തെ നമ്മുടെ സമൂഹം അങ്ങനത്തെ നിരീശ്വരാദികളും ഭഗവാന്റെ നിർദ്ദേശത്തിനെ അനുസരിക്കാത്ത, അവഗണിക്കുന്ന അങ്ങനെ വ്യക്തികളുടെ ഒരു കൂട്ടമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കാരണം എന്തുവാ സംഭവിക്കാൻ പോകുന്നത്, എന്തുവാ സംഭവിക്കുന്നത്? ഭഗവാന്റെ ഉപകരണം, ഒരു യന്ത്രമായ പ്രകൃതി മൂലം പല രീതിയിലും നരസംഹാരം സംഭവിച്ചുകൊണ്ടേയിരിക്കും. ഇപ്പം കഴിഞ്ഞ 100-150 വർഷത്തിൽ നടന്ന കാര്യങ്ങൾ നമുക്കൊന്ന് എടുക്കാം. ഹിറ്റ്ലർ എന്ന് പറഞ്ഞ ഒരു വ്യക്തി വന്ന് 60 ലക്ഷം ജൂതികളെയാണ് വളരെ പീഡനം നിറഞ്ഞ ഒരു മരണം കൊടുത്തത്. ഗ്യാസ് ചേമ്പറിൽ നോക്കിയിട്ട് വളരെ വളരെ ടോർച്ചർ ചെയ്താണ് അത്രയും 60 ലക്ഷം ആൾക്കാരെ കൊന്നത്. അതുകൂടാതെ 2 വിശ്വയുദ്ധങ്ങൾ നടന്നു കഴിഞ്ഞ 100 വർഷത്തിൽ. അതിൽ ഏകദേശം 10 കോടി ആൾക്കാരാണ് മരിച്ചത്. ഈ വെള്ളക്കാരായ വിദേശികളൊക്കെ ആയിരക്കണക്കിന് ആഫ്രിക്ക നിവാസികളെയൊക്കെ ബന്ദികളാക്കി, അടിമകളാക്കി, അവരെ മൃഗത്തിനെക്കാട്ടി മോശമായിട്ടാണ് അവരുടെ കൂടെ പെരുമാറുകയും കൊല്ലുകയും ചെയ്തത്. ഇതുകൂടാതെ ഈ ആധുനിക കാലത്ത് ഭൗതിക സുവിധകളൊക്കെ കൂടുന്നുണ്ട്. പക്ഷേ ദുഃഖങ്ങൾക്കും ക്ലേശങ്ങൾക്കും അസുഖങ്ങൾക്കും ഒരു കുറവും ഇല്ലല്ലോ. ഹോസ്പിറ്റലിൻ്റെ എണ്ണം കൂടുന്നേ ഉള്ളൂ, വേറെ കുറയുന്നൊന്നുമില്ല. അപ്പോൾ ഇതിൻ്റെയൊക്കെ കാരണം എന്താണ്? കാരണം നമ്മളുടെ ഗുരുക്കന്മാരുടെയും ആചാര്യന്മാരുടെയും ഭഗവാന്റെയും നിർദ്ദേശം പാലിക്കാത്തതുകൊണ്ടാണ്, അത് അനുസരിച്ച് ജീവിതം നയിക്കാത്തതുകൊണ്ടാണ്. അപ്പോൾ ആദ്യം നമുക്ക് ചെയ്യേണ്ടത് എന്തുവാണ്? മനുഷ്യനായ നമ്മൾ ചെയ്യേണ്ട, ഒരു ജീവാത്മാവായ നമ്മൾ ചെയ്യേണ്ട സംഗതി എന്തുവാണ്? ഭഗവാന്റെ നിർദ്ദേശങ്ങൾ എന്തുവാ അത് മനസ്സിലാക്കുക. അത് എവിടെ നിന്ന് മനസ്സിലാക്കും? അത് ആ ഭഗവാൻ സ്വയം, ആ സൃഷ്ടാവ്, പരമശക്തനായ സൃഷ്ടാവ് സ്വയം വന്ന് ഈ ഭഗവത്ഗീത എന്ന് പറഞ്ഞ ഈ ഗ്രന്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശങ്ങളെല്ലാം നൽകിയിട്ടുണ്ട്. അത് ആധികാരികമായ ഗുരുവിൽ നിന്നുള്ള ഭഗവത്ഗീത നമ്മൾ ആദ്യം വായിക്കുക. പക്ഷേ ഈ കലിയുഗത്തിൽ ആധികാരികമായ ഗ്രന്ഥം എന്ന് വെച്ചാൽ മാലിന്യമൊന്നും ഇല്ലാത്ത പരമസത്യം അതേപോലെ പറയുന്ന ഗ്രന്ഥം വളരെ വിരളമാണ്. അവിടെയാണ് ഈ ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിൻ്റെ ഈ ഒരു ഗ്രന്ഥം, ഭഗവത്ഗീത യഥാരൂപം എന്ന് പറയും. യഥാരൂപം, അതായത് ഭഗവാൻ പറഞ്ഞതുപോലെ അതേപോലെ ഇട്ട ഈ ഗ്രന്ഥം, അതാണ് നമ്മൾ വായിക്കേണ്ടത്. എന്നിട്ട് ഇതുകൂടാതെ ഭാഗവതവും പല വേറെ ഗ്രന്ഥങ്ങളുണ്ട്, അതൊക്കെ വായിക്കണം. അപ്പോൾ ഞാനും വിദേശത്ത് ജോലിയൊക്കെ ആയിരുന്നു, പല രീതിയിലും കുരുക്കിലങ്ങ് പെട്ടുപോയി. എന്ന് വെച്ചാൽ ഇഷ്ടംപോലെ പൈസയൊക്കെ വരുന്നുണ്ടായിരുന്നു. ഞാൻ ചെറുപ്രായത്തിൽ തന്നെ ഞാൻ വിദേശത്ത് പോയി, ഒത്തിരി പൈസയൊക്കെ വരുന്നുണ്ടായിരുന്നു. പക്ഷേ നിയന്ത്രിക്കാൻ അറിയില്ല. ഈ ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും ഒക്കെ നിയന്ത്രിക്കാൻ അറിയാത്തതുകൊണ്ട് കാമക്രോധ ലോഭമോഹ മത മാത്സര്യത്തിൻ്റെ വലയിൽ ചുറ്റിപ്പറ്റി ഞാൻ പല അബദ്ധങ്ങൾ കാണിച്ചു. എന്നിട്ട്